അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ പാർട്ട് 1 കിതാബിലെ 10ാമത്തെ പാഠഭാഗമാണ്. അൽഹംദുലില്ലാ, ഈ പാഠത്തോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിക്കുക, അതായത് പാർട്ട് 1 കിതാബ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാർട്ട് 2 കിതാബുമായി ഉടൻ തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ പാഠത്തിലേക്ക് പോകാം. അദ്ദറസു ആഷിറു, പാഠം 10. ഖഫസുൻ. ഖഫസുൻ 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 എന്താണ്? കൂടല്ലേ, കിളിക്കൂട്. ഫാ ഖാഫ്. ഫാ ഖാഫ്. ഫാ ഫാ ആദ്യത്തിൽ, ഇടയ്ക്ക്, അവസാനം. ഓക്കെ. ഫറാഷുൻ ഫറാഷുൻ. ഫറാഷുൻ ഫറാഷുൻ. സഫീറൻ സഫീറൻ. സഫീറൻ സഫീറൻ. അസ്ഫിൻ അസ്ഫിൻ. അസ്ഫിൻ അസ്ഫിൻ. വായിച്ച്. ഖഫസുൻ ഫറാഷുൻ സഫീറൻ അസ്ഫിൻ ഫറാഷുൻ സഫീറൻ അസ്ഫിൻ. അടുത്തത് ഖാഫാണ്. ഖുർബാനുൻ ഖുർബാനുൻ ഖുർബാനുൻ. ഖുർബാനുൻ ഖുർബാനുൻ. നുഖാദുൻ നുഖാദുൻ. നുഖാദുൻ നുഖാദുൻ. ഹരീഖുൻ ഹരീഖുൻ. ഹരീഖുൻ ഹരീഖുൻ. ഒന്നുകൂടി വായിച്ചേ. ഖഫസുൻ ഫറാഷുൻ സഫീറൻ അസ്ഫിൻ. ഫറാഷുൻ സഫീറൻ അസ്ഫിൻ. ഖുർബാനുൻ നുഖാദുൻ ഹരീഖുൻ. ഖുർബാനുൻ നുഖാദുൻ ഹരീഖുൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാഠഭാഗങ്ങൾ അവസാനിച്ചു, അതായത് 1-ാം പാർട്ടിൻ്റെ പാഠഭാഗങ്ങൾ അവസാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ ഇപ്പോൾ വാക്കുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? നല്ലതുപോലെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? നമുക്കിനി ആക്ടിവിറ്റിയിലേക്ക് പോകാം. 1-ാമത്തെ ആക്ടിവിറ്റി, ഫ ഖാഫ് എന്നീ അക്ഷരങ്ങൾ ചേർത്തെഴുതുന്ന രൂപങ്ങൾ എഴുതാം. കോപ്പിറൈറ്റ് ചെയ്യുക. അടുത്തത്, കോളത്തിലുള്ള അക്ഷരങ്ങളിൽ നിന്നും പഠിച്ച വാക്കുകൾ കണ്ടെത്തി ചേർത്തെഴുതാം. ഇവിടെ ഈ കോളത്തിൽ ഒരുപാട് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ അക്ഷരങ്ങളെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇതിൽ നിന്നും നിങ്ങൾക്കുള്ള ജോലി എന്താണ്? ഈ കോളത്തിനുള്ളിൽ നമ്മൾ പഠിച്ച ഒരുപാട് വാക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. 7 വീതം 14 വാക്കുകൾ 2 സൈഡിലുമായിട്ട് ഇതിൽ നിന്ന് കണ്ടെത്തി നിങ്ങൾ തനിയെ എഴുതണം. ഇത് നിങ്ങൾക്ക് തന്നെയുള്ള വർക്കാണ്, ഞാനിത് കണ്ടുപിടിച്ച് തരില്ല, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. 3, ചേർത്തെഴുതാം. ഇവിടെ 2 വാക്കുകൾ വീതമാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് എഴുതി വെക്കരുത്. ഒരുമിച്ച് ചേർത്ത് എഴുതി വെക്കാനല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ വരും? ഖാല സ്വഗൈറുൻ. ഖാല സ്വഗൈറുൻ 2 വാക്കുകളായിട്ട് ചേർത്ത് എഴുതണം. ഖഫസ ഫർസുൻ. ഖഫസ ഫർസുൻ, അതും ചേർത്ത് എഴുതണം. റഫഖ ഗഫാറുൻ, അതും ചേർത്ത് എഴുതണം. എങ്ങനെയാണ് ചേർത്ത് എഴുതുന്നതെന്ന് നോക്കിയാലോ. നോക്ക്. ഖാല സ്വഗൈറുൻ, ഖഫസ ഫർസുൻ, റഫഖ ഗഫാറുൻ. കണ്ടോ? ഇങ്ങനെയാണ് ചേർത്ത് എഴുതുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. വായിക്കാം, എഴുതാം. വായിച്ചേ. ഫതഹ. അടുത്തത് നോക്കിയേ. ഫതഹ റഫീഖുൻ. അടുത്തത് ഫതഹ റഫീഖുൻ ഖദഹൻ. ഇത് പകർത്തി എഴുതാനാണ് കേട്ടോ. ഈ വായിച്ചത് ഇത്രയും താഴേക്ക് പകർത്തി എഴുതാനാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പാർട്ട് 2 കിതാബുമായി കാണുന്നത് വരെ മഅസ്സലാമ.